ഹലോ എടാ 7:30 എന്റെ ആശാൻ വെളിക്കിറങ്ങും. അതല്ല പറഞ്ഞേ, കൃത്യം 7:30 ആശാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമെന്ന്. പിന്നെ നിന്റെ കഥ ചിരിക്കുന്നതിനും വിട്ടാൻ പറ്റല്ല, ചിരി വെറുതെ വേസ്റ്റ് ആയി. അയ്യോ ആശാൻ, ആശാനേ കൊമ്പൻ ചെവി. കൊമ്പൻ ചെവി ആർക്ക്? എടാ കൊമ്പൻ ചെവി ഈ ഞാൻ. ആശാനെ ഒരു ചരട് തരാമോ? എന്താ ഈ മീശയില് വലിച്ചു കെട്ടാനാ, എന്നിട്ട് എനിക്ക് വില്ലടിച്ചാൻ പാട്ട് നടത്തണം. ആശാന്റെ എൻട്രി കിടക്കും. നീ എന്നെ അങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട. ഇതുകൊണ്ട് ഞാൻ ഒരുപാട് പേരെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഇത് മീശയാണോ ചെക്ക് പോസ്റ്റാണോ തടഞ്ഞു നിർത്താനെ? ഞാൻ പറഞ്ഞു വരുന്നേ, പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ടല്ലോ. പേടി നിങ്ങൾക്ക് ആ പഴയ വീര്യൊന്നും ഇല്ലെന്ന് അതൊക്കെ പോയി. വീര്യം കൂടെ എന്നെ കുപ്പിയിലിട്ട് അടച്ചതല്ല, ജയിലിലിട്ട് അടച്ചതാ. അപ്പൊ ജയിലിൽ നമ്പരൊന്നും ഇല്ലായിരുന്ന? ഉണ്ടായിരുന്നില്ല, ഒരുപാട് നമ്പർ ഇറങ്ങി, ഒരെണ്ണ പോലും ഫലവത്തായില്ല. പുറത്തിറങ്ങാൻ പെട്ട പാട്. അതല്ലെന്ന് നമ്മളെ ഈ കൊണ്ടുപോകുമ്പോ വെള്ള കുപ്പായത്തിനകത്ത് 360 എഴുതത്തില്ലേ, അങ്ങനത്തെ നമ്പരൊന്നും ഇല്ലായിരുന്നാന്ന്. എടാ അത് 199. 199 നിങ്ങൾ എന്ത് ഓഫർ ഇട്ടിരുന്ന? എടാ അത് ആൾക്കാരെ തിരിച്ചറിയാൻ വേണ്ടി എഴുതി വെച്ചേക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ ആകെ അങ്ങ് ശോഷിച്ചു പോയേട്ടാ. ഈ ചിക്കനും മട്ടനും ഒക്കെ എന്നും ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതൊന്നും തരൂലേ? എടാ അതൊക്കെ ചുമ്മാടാ. ബീഫിന്റെ ഫിഗർ പിടിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലേ, എന്തോ ചോട്ടാ ബീം. അയ്യോ അത് സോയാബീൻ. ഓ അത് തന്നെ, അത് കുറച്ച് വെട്ടി കഴിഞ്ഞിട്ട് തരും, നമുക്ക് തരും, നമ്മൾ നിന്നിട്ട് മാക്ക കിടക്കണം. അത്രേ ഈ സിനിമ കാണുന്ന നമുക്ക് ഗുണ്ടകളോട്ട് അടിയൊന്നുമില്ല. അടി ഉണ്ടായെന്നോ? ഒരുത്തം വന്ന് എന്റെ മുമ്പിൽ വന്ന് ഇങ്ങനൊരു നിത്ത. ഞാൻ നോക്കിയപ്പോ എന്നെ ഒരു ഒറ്റ ചവിട്ട്, എന്നിട്ട് എന്റെ കരള് വായി വന്നടാ. അത് കണ്ടോണ്ട് ഒരുത്ത എന്നോട് ചോദിക്കുവാ, കോഴിക്കോട് അലുവ ഒറ്റയ്ക്ക് തിന്നോടാ, എനിക്ക് കൂടി ഇച്ചിരി തരാൻ. ഞാൻ കൊടുത്തോളണം. കോഴിക്കോട് അലുവ ആണോടാ? എടാ അടി കൊടുത്തെന്ന്. ഈ അടി കൊണ്ടിട്ട് SI വന്നൊരു ഒറ്റ ചോദ്യം, കോഴിക്കോട് അലുവ പിടിച്ചോണ്ട് നിക്കാടാ. എന്നിട്ടൊരു അറ്റ അടിച്ചു പീടി. ഞാൻ വിടുവോ? ഞാനും ഒരൊറ്റ അടി. എന്നിട്ടെന്തോ പിന്നെ ജയിലിൽ തന്നെ രാജമാണിക്കോന്നാ അറിയപ്പെടുന്നത്. ഒരടി കഴിഞ്ഞപ്പോഴേ നിങ്ങൾ രാജമാണിക്കോന്നുള്ള പേരൊക്കെ വീണ് പുലിയായി. പുലി എലിയൊന്നും അല്ല, പിന്നെ പുള്ളിക്കാരൻ വന്ന് അടിച്ച ഇടത്തെ കണ്ണടിച്ച് പറിച്ചാളഞ്ഞ്. അല്ല അപ്പൊ നിങ്ങൾ വേറെ ആരെ അടിച്ചില്ലേ അവിടെ? അടിച്ചില്ലെന്നോ? ഒരുത്തന്നെ 32 പല്ല് അടിച്ചാൻ വായിലിട്ടില്ലയോ? എന്തിന്? ഏടാ അവൻ പല്ല് ആകത്തില്ല, പിന്നെ അവൻ എന്തിനാ പല്ല് വെച്ചോണ്ട് കിടക്കുന്നത്? നിങ്ങളുടെ പല്ല് പോകാൻ നോക്കിയോ? നിങ്ങൾ എന്ന് പുറത്തിറങ്ങുമോ അന്ന് പണി തരുമെന്നാ ജബ്ബാർ പറഞ്ഞേക്കുന്നത്. പണി ചെയ്യണമെങ്കിൽ അവന്റെ തന്ത വിളിച്ചോണ്ട് പോട്ടു. അകത്ത് പണി ചെയ്യണം, പുറത്ത് പണി ചെയ്യണം. അതല്ലെന്ന്, നിങ്ങൾ എന്ന് ജയിലിൽ നിന്ന് കാലെടുത്ത് വെക്കുന്നോ നിങ്ങളുടെ കാലും വെട്ടും കൈയും വെട്ടും എന്ന് അവൻ പറഞ്ഞേക്കുന്നത്. നിങ്ങൾ എന്തിനു പേടിക്കുന്നേ? നമ്മൾ ആ പഴയ ടീമൊന്നും അല്ല. ദാണ്ടേ നമ്മൾ ഹൈടെക് ആയി. ഈ തോക്ക് പിടി. പേടിക്കാതിരിക്കാനാ ഈ തോക്കിന് വീട്ടിൽ ഇരുന്നാ പോരെ, വരണോ? നമ്മള് പേടിക്കാതിരിക്കാനാന്ന്. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. ജയിലിനകത്താണെങ്കിൽ തല കീഴായിട്ട് കെട്ടി തൂക്കിട്ട് അടിക്കുന്നത്. അയ്യോ അപ്പൊ ആശാനെ തല കീഴായിട്ട് കെട്ടി തൂക്കിട്ട് അടിച്ചാ? എന്നെ അടിക്കാത്ത പുളിക്കും. എന്നെ അടിക്കാൻ വിളിക്കും, പറഞ്ഞു വിടും. അടിക്കാൻ വിളിക്കും, പറഞ്ഞു വിടും. എടാ സൂപ്രണ്ട് അവസാനം എന്നോട് കാര്യം പറഞ്ഞു. എന്തോന്ന്? നീ എന്ന് നിക്കറിട്ടോണ്ട് വരുന്നോ അന്ന് നിന്നെ അല്ല അച്ഛനെ നിങ്ങൾ എങ്ങനെ അകത്ത് പോയത്? എടാ എന്നെ കള്ളക്കേസിൽ കുടിക്കാതാന്ന്. കള്ളക്കേസില്? ജഡ്ജിക്ക് അത് മനസ്സിലായി. അങ്ങനെ ജഡ്ജി എന്നെ വെറുതെ വിട്ടിട്ടാണ് ഇപ്പൊ അതിനകത്ത് ഇറങ്ങി വരുന്നത്. എടാ ജഡ്ജിയുടെ മുമ്പിൽ ഈ സന്തോഷം കൊണ്ടൊന്ന് കരഞ്ഞ് അങ്ങനെ എന്റെ കണ്ണീരിങ്ങനെ ഒന്ന് തുടച്ചപ്പോ എന്റെ അടുത്ത് പറയുവാന്നല്ലേ, നീ കോടതിയെ മുണ്ടുമൊക്കെ കാണിച്ചു, അതുകൊണ്ട് നീ ജയിലിൽ കിടക്കാൻ. അതല്ല അച്ഛനെ, ആരായി ആശാന്റെ പേര് കള്ളക്കേസ് കൊടുത്തത്? അത് നമ്മുടെ അയൽക്കാരി സരസു. എന്തിന്? ഞാൻ അവളെ ലിപ്ലോക്ക് ചെയ്തെന്ന് പറഞ്ഞ അവളുകൊണ്ട് കേസ് കൊടുത്ത്. അത്രക്കാരനായിരുന്ന? എടാ അതൊന്നും അനാവശ്യം പറയുന്നത് നീ. അവൾ എന്റെ വീട്ടുമാനൊക്കെ വന്ന് നിന്ന് ചീത്ത വിളിച്ച്. അന്നേരം ഞാൻ അവളോട് പറഞ്ഞ് നിന്റെ വാ ഞാൻ പൂട്ടിക്കോന്ന് പറഞ്ഞു. അങ്ങനെ അവള് ഇംഗ്ലീഷിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്തു. എന്തോന്ന്? ഞാൻ ലിപ്ലോക്ക് ചെയ്തെന്ന് പറഞ്ഞു. എടാ ലിപ്ലോക്ക് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വാ പൂട്ടിക്കുവാന്നാ. പിന്നെ അറിഞ്ഞോന്നോ? അവനെ എന്റെ കയ്യിലാണ് കിട്ടി അവനെ എന്റെ കൈ കിട്ടണം. അവന്റെ കുടൽമാല വലിച്ച് പുറത്തിട്ടിട്ട് ഞാൻ അമ്മാനം ആടും. അമ്മാനം ആടാ? നിനക്ക് 2 നാരങ്ങ പോരെ? നാരങ്ങ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഓണക്കളിയായിട്ട് തോന്നുന്നു. ആശാനെ നാട്ടുകാരൊക്കെ പറയുന്നത് വെച്ചാൽ നിങ്ങൾ പണ്ട് ഒരു ഏരിയ മൊത്തം പിടിച്ച് കുലുക്കിയിട്ടുണ്ടെന്നാ. അതൊക്കെ ആൾക്കാർ വെറുതെ പറയുന്നതാ. സംഭവം എന്താണെന്നറിയാമോ? ഞങ്ങളുടെ വീട്ടിൽ TV കാണുമ്പോ ആ TVക്കകത്തോടുള്ള പിക്ചർ താണ്ട ഇങ്ങനെ ആയി പോകുമ്പോ ഇത് മാറാൻ വേണ്ടി ഞാൻ ഏരിയയിനകത്ത് പിടിച്ച് ഇങ്ങനെ കുലുക്കുമ്പോൾ അത് അവിടെ നിൽക്കുമ്പോ ഉണ്ടല്ലോ, അത് കണ്ടിട്ട് ആരോ പറഞ്ഞുകൊണ്ട് പോയതാണ് ഞാൻ ഈ ഏരിയ മൊത്തവും പിടിച്ച് കുലുക്കിയതാണ്. സത്യത്തിൽ ഞാൻ അങ്ങനൊന്നും ചെയ്തില്ല. കരയുന്നേ? ഞാൻ കരഞ്ഞൊന്നുമല്ല. ഞാൻ ജയിലിൽ ഉള്ളി എറിയുന്ന സമയമായി ഇപ്പൊ. ആ ടൈം ആകുമ്പോ കണ്ണീര് വരും. അതുകൊണ്ട് കണ്ണീര് വന്നല്ലോ എന്തായാലും എന്റെ കണ്ടിട്ട് പിടിക്കാം. ജയിലിൽ ഞാൻ പോയപ്പോ എന്റെ പെണ്ണുമ്പുള്ള ദൈവമേ, അവളിനി ജലപാനം പോലും കഴിച്ചു കാണും. അച്ഛനെ ഇന്ന് രാവിലെ കഴിച്ച്
കഞ്ഞിയ കല്യാണം കയ്യ കാലം ഞാൻ ചവിട്ടി പഠിക്കുന്നുണ്ട്. പിള്ളേരെ വളർത്തണ്ടേ? എടാ പിള്ളേരെ ഞാൻ കൊണ്ടുവന്ന് ബോട്ടിങ്ങിന് വിട്ടിട്ടല്ലേ പോയത് ജയിലിൽ. ബോട്ടിങ്ങാ? ആയെന്ന് തോന്നുന്നു. എടാ ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ പിള്ളേരെ നിർത്തി പഠിപ്പിക്കുന്നേ. അത് ബോർഡിങ്. അവരല്ലേ വിദ്യാഭ്യാസം ചെയ്യുന്നേ, അത് അവര് തിരുത്തിക്കോളും. നീ അതിനകത്ത് കിടന്ന് ഞാനുണ്ട. നിന്റെ കുടുംബമൊക്കെ എങ്ങനെ നോക്കും? ഒന്നും പറയണ്ട ആശാനെ, ഞാൻ ഒരു കല്യാണം കഴിച്ചു. അവക്കാണെങ്കിൽ മൂടിഞ്ഞ സംശയരോഗം. ഞാൻ അവളെ പറഞ്ഞ അവളെ വീട്ടിൽ വിട്ടു. എന്റെ പൊന്നെ, സംശയം വന്നു കഴിഞ്ഞാൽ പൊന്നു മോനെ കുടുംബജീവിതം മുമ്പോട്ട് പോകും. ഇത് നമുക്കറിയാം, ഇതൊക്കെ അവക്ക് മനസ്സിലാക്കണ്ടേ. തൊട്ടേനും പിടിച്ചാലും മൊത്തം സംശയം. എന്നോട് ഒരു ദിവസം വിളിച്ചിട്ട് ചോദിക്കുവാ, പ്ലെയിൻ കണ്ടുപിടിച്ചതാര്, ബൾബ് കണ്ടുപിടിച്ചതാര്, കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ആരെന്ന്. ഇതൊക്കെ ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ? വല്ല പെണ്ണുങ്ങളെ വെച്ചാണെങ്കിൽ ഞാൻ സമ്മതിച്ചു കൊടുത്തേ. നിനക്ക് ഈ വിദ്യാഭ്യാസം ഉള്ളവരൊന്ന് കണ്ടുകൂടെ? അങ്ങനല്ലേ പിന്നെ ഈ സംശയം എന്നൊക്കെ പറയുമ്പോ ഉണ്ടല്ലേ, നീ അതൊന്നും പറയുന്നു വേണ്ട. മര്യാദക്ക് നടന്ന ഒരു കൊച്ചു ജോലി അങ്ങനെ ചെയ്തൊരു കടയാ കാണിട്ട് ജീവിക്കണ്ടേ? ആചാരി, എനിക്കൊരു തയ്യക്കട കിട്ടുന്നയായി. തുണിയൊന്നും ഇല്ലാതെ വെറുതെ കടയിൽ ഇരിപ്പാ, ആരും വരുന്നില്ലെന്ന്. എടേ, നിനക്കൊരു മുണ്ടെങ്കിലും എടുത്ത് കൊടുത്തോടെ. അതല്ലെന്ന്, ആരും തുണിയും കൊണ്ട് വരുന്നില്ലെന്ന്. അങ്ങനെ പണിയും കൂലിയൊന്നും വെറുതെ നടപ്പാ ഇപ്പം. എടാ, നിനക്ക് പണിയും കൂലിയൊന്നും ഇല്ലെങ്കിൽ നിനക്ക് എന്നെ കാണാൻ ജയിലിലോട്ടൊന്ന് വന്നുകൂടായിരുന്നോ? നിങ്ങൾ അങ്ങനെ പറയരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു അമ്പലങ്ങളിൽ പോയെന്നറിയുമോ, പ്രാർത്ഥിച്ച് ഉരുളികാമത്തി ഉരുണ്ട്. ഉരുളിക്കാത്താന്നോ തറയെ കിടന്ന് ഉരുണ്ടെന്ന്. അങ്ങനെ എന്റെ പ്രാർത്ഥന ഉണ്ടായി ഇപ്പൊ നിങ്ങൾ പുറത്തിറങ്ങിയത്. ഞാൻ ജയിലിൽ കിടന്നപ്പോ എന്റെ അച്ഛൻ ഇവിടെ മരിച്ചു. നീ ഒന്ന് എത്തി നോക്കിയോടാ. എത്തി നോക്കാൻ നിങ്ങൾ അച്ഛൻ കിണറ്റിലാണോ വീണ് മരിച്ചത്? നീ ഒന്ന് തിരിഞ്ഞു നോക്കിയാന്ന്. തിരിഞ്ഞു നോക്കാൻ അടുത്തതിനാവട്ടെ. അടുത്തത് എനിക്കൊരു ഒറ്റ തന്തയുള്ളൂ. നിങ്ങൾ ഈ പഴം കഥയും പറഞ്ഞുകൊണ്ടിരിക്കാതെ അടുത്ത നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ എന്തോന്ന് വെച്ചാ പറ. അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്നെ ജയിലിൽ കയറ്റി ആ വക്കീലിനെ എനിക്കൊന്ന് കാണണം. വെട്ടി കൊല്ലണോ? അനാവശ്യം പറയരുത് കേട്ടാ. പുള്ളിക്കാരെ ഉണ്ടായോണ്ട് ഞാൻ പട്ടിണി ഇല്ലാതെ ജീവിച്ചു പോയി. ഇവിടെ കാണാമായിരുന്നു ഞാൻ പട്ടിണി കിടന്ന് ചത്തേനെ. അതുകൊണ്ട് അദ്ദേഹത്തെ പോയി എനിക്കിത് കാണണം, രണ്ട് നന്ദി പറയണം. അതുപോലെ തന്നെ തെളിയാത്ത ഏതെങ്കിലും കേസുണ്ടെങ്കിൽ അതെടുത്ത് എന്റെ തലയിൽ വെക്കാന്ന് പറയണം. സന്തോഷമായിട്ട് എനിക്ക് ജയിലിലോട്ട്. അപ്പൊ ആശാൻ തീരുമാനിച്ച പിന്നെ അങ്ങനെയാണെങ്കിൽ ഞാനും വരുന്നു വക്കീലിനെ കാണാൻ. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ പട്ടിണിയാണെന്ന് ചാവുമെന്ന്. എന്തോ ജയിലിൽ കിടന്നിട്ടുണ്ടോ? സ്റ്റേഷനില് ഇല്ലെന്ന്. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം പോലും കേസ് പോലും ഇല്ലേ? ഒരു കേസും കള്ളം പറയരുത്. സത്യം. അജയനാടാ, ഞാൻ എന്നെ പൊക്കിട്ടുണ്ട്. അല്ല കിടന്നിട്ടൊന്നുമില്ല, പെറ്റി അടിച്ചിറങ്ങി വന്നിട്ടുണ്ട്. എന്തിനാട്ടാ? വണ്ടി ഹെൽമെറ്റ് ഇല്ലാതെ പോയതിനും അല്ല ഫോൺ സംസാരിച്ചോണ്ട് പോകാനൊക്കെ പിടിച്ചോണ്ട് പോയിട്ടു. ഒരു ദിവസം എന്നെ പിടിച്ചായിരുന്നു. അത് ഞാൻ പറയാം. എന്റെ നോട്ടത്തിലുണ്ടായിരുന്നു. ഒരു കൂട്ടുകാരന്റെ കൂടെ അരി എടുക്കാൻ പോയായിരുന്നു തിരുവനന്തപുരത്ത്. രാത്രിയാ? അല്ല, പകല്. അന്നേരം അവിടെ കയറി ഒരു ഫ്ലൂട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു ഓടക്കൊണ്ട്. ഗ്രഹപ്പഴയ്ക്ക് വണ്ടി പിടിച്ച് നിർത്തിയിട്ട് എന്നോട് ചോദിച്ചു ഫ്ലൂട്ട് വായിക്കാൻ അറിയാമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ലെന്ന്. എന്നെ 2 മണിക്കൂർ അത് വായിപ്പിച്ച് കാറ്റ് മാത്രമേ വരൂ. പെടാപ്പാട് ഒരു രക്ഷയില്ലാതെ കളഞ്ഞിട്ടുണ്ട്. അല്ല, ഈ ചേട്ടൻ നിസ്സാരക്കാരനല്ല. അതായത് നാട്ടുകുട്ടങ്ങളോട് ഞാൻ പറയാണ്, ചേട്ടൻ ഇടയ്ക്ക് ഇവിടെ വരുന്നതിന് മുമ്പ് സ്വപ്നം കാണും. ഈ സ്വപ്നത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒരു സുന്ദരി വരും. ആ സുന്ദരിനെ മനസ്സിങ്ങനെ കണ്ട് ചേട്ടൻ നന്നായിട്ട് അങ്ങ് വരയ്ക്കും. വരച്ചു കഴിഞ്ഞ് ഇവിടെ വന്ന് നമുക്കത് തരുമ്പം നാട്ടുകൂട്ടത്തിൽ ഉണ്ടാവുന്ന ഏതെങ്കിലും ഒരു സുന്ദരി ആയിട്ടുള്ള ഒരു ചേച്ചിയോ അനീത്തിയോ ഒക്കെ ആയിരിക്കും ആ ഫോട്ടോ ചേട്ടൻ വരയ്ക്കുന്നത്. വരാൻ പോകുന്നവരെ നേരത്തെ കാണും എന്ന് പറയുന്നാലും ഇന്ന് ഏത് ചേച്ചിയാ വരച്ചേക്കുന്നേ? അങ്ങ് പറഞ്ഞു വെച്ചോ, തള്ളി അങ്ങ് വെച്ചോ. എന്താ? എനിക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ വയ്യ. കഴിഞ്ഞ പ്രാവശ്യം ഏതോലും ഒരെണ്ണം ചെയ്തോണ്ട് കിടന്ന് കമ്പേ കുത്തിയാ നിർത്തിയ അന്ന് ഇവിടുന്ന് ഞങ്ങൾ ചോദിച്ചപ്പോ എന്നാ പറഞ്ഞു, അതൊന്നും ഒരു വിഷയമല്ലാന്ന് പറഞ്ഞു പോയതല്ലേ? ഇല്ല, ഉറങ്ങി കഴിഞ്ഞിട്ടായിരുന്നു വരയ്ക്കുന്നത്. അത് വിഷയമില്ലെന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താ അറിയോ? ഞാൻ അന്നേരം മൊബൈൽ ചാർജ് ചെയ്തിട്ടില്ലായിരുന്നു. ഇന്നലെ അവിടെ മൊബൈൽ ചാർജ് ചെയ്തു, മൊത്തം കണ്ട്. ഒരാഴ്ചയെങ്കിലും എനിക്ക് ഗ്യാപ്പ് കിട്ടുമെന്ന്. നശിപ്പിച്ചാളെ തന്നെ. അപ്പൊ ബോർഡും പെൻസിലും ഒക്കെ കഴിഞ്ഞു. അത് മാത്രമാണോ ആഹാരം തരുന്ന സമയത്തിന്? ആഹാരമില്ല. അപ്പൊ രാജേന്ദ്രന്റെ 2 സൈഡിലത് ബീച്ച് അല്ലത്. അല്ലല്ല, അത് ചിറുക്കി കുത്തി കിട്ടിയത്. കുത്തി വെച്ച ഭക്ഷണം ഇല്ല. പിന്നെ കേക്കട്ടെ ചേട്ടാ, എന്തൊക്കെയാ ബുദ്ധിമുട്ട്? ഭക്ഷണം കിട്ടുന്നില്ല. ഒരുപാട് ബുദ്ധിമുട്ട്. ഭക്ഷണം കിട്ടുന്നില്ല. എന്തെങ്കിലും സംസാരിക്കാതെ കുത്തി പറയും. ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾ ഡാൻസ് കളിക്കുന്ന മൊബൈലിൽ കണ്ടു കഴിഞ്ഞാൽ അവളുമായിട്ട് കമ്പനിയാന്ന് പറയും. അതുവരെ ഇപ്പം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാ. ഒരു രക്ഷയില്ല. ഞാൻ പരിപാടി അങ്ങ് നിർത്തുക. സ്വപ്നം കാണുന്ന നിർത്തിക്കോ. സ്വപ്നം കാണുന്ന അങ്ങ് നിർത്തുക. നേരിട്ടുള്ള ബന്ധമേ ഉള്ളൂ ഇനി. പൊളി. അപ്പൊ ഇത് ഇനി ചേച്ചി ഉടൻ തന്നെ കാണട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് എത്രത്തോളം നമുക്ക് നമ്മുടെ ബാറ്ററി ചാർജ് കയറി എന്നുള്ള നോക്കിയാലോ? കരനിറയെ പണമൊഴുകണ കളി പറന്നിറയണ ചിരി ചിരി പല ചിരി ദുരിതതുണ്ടന താളത്തിൽ ഞാൻ 12,000 rupees ആണ് നേടിയിരിക്കുന്നത് ബാങ്ക് ഓഫ് ബോംബെ. റെഡി ചെയ്തോളൂ. അയക്കട്ടെ. സൂപ്പർ. ക്രെഡിറ്റ് ആയിരിക്കാം.